ചിലർ വിചാരിക്കും ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ലേ, ഞാനൊരു ഹിന്ദുവാണല്ലോ, ഞാൻ എന്തിനു മുസ്ലിങ്ങളുടെ ഗ്രന്ഥം കേൾക്കണം? ഖുർആൻ മുസ്ലിങ്ങൾക്കുള്ളതല്ലേ, ഞാനൊരു ക്രിസ്ത്യാനിയാണല്ലോ, ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? ഖുർആൻ മുസ്ലിങ്ങൾക്കുള്ളതല്ലേ, ഞാൻ ഒരു പ്രത്യേക മതത്തിലും വിശ്വസിക്കാത്തവനാണ്, ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? അത് മുസ്ലിങ്ങൾക്കുള്ളതാണ് എന്നായിരിക്കും ഒരുപക്ഷെ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കുക. എന്നാൽ വളരെ വിനയത്തോടുകൂടി പറയട്ടെ, അതൊരിക്കലും തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല. ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാകുന്നു ഇത്. അന്നാസ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താ? മനുഷ്യർ എന്നാണ് അതിന്റെ അർത്ഥം. മുസ്ലിം എന്നല്ല, ഹിന്ദു എന്നല്ല, ക്രിസ്ത്യൻ എന്നല്ല, മതമുള്ളവൻ എന്നല്ല, മതമില്ലാത്തവൻ എന്നല്ല, മനുഷ്യരായി പറന്നു വീണ ആരൊക്കെയുണ്ടോ അവരെല്ലാം വിളിക്കുന്ന ഒരു പ്രയോഗമാണ് അന്നാസ് എന്ന് പറയുന്ന പ്രയോഗം. അപ്പൊ മനുഷ്യരായി ഈ ഭൂമുഖത്തേക്ക് വന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അവർ ഇരുട്ടിൽ തപ്പുമ്പോൾ, അവർ അരക്ഷിതരാകുമ്പോൾ, അവർ വിഷമിക്കുമ്പോൾ, അവർ പ്രയാസപ്പെടുമ്പോൾ, അവർ ഭയവിഹ്വലരാകുമ്പോൾ, അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിൽ നിന്നെല്ലാം മോക്ഷം ലഭിക്കുന്ന മാർഗമാണ്, അതിനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ മനുഷ്യന് സമാധാനമുണ്ടാകാനും സ്വസ്ഥതയുണ്ടാകാനും നിർഭയത്വം ഉണ്ടാകുവാനും എന്താണ് മാർഗം പറയുന്നത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ആ സമാധാനമടയുകയും ചെയ്തവർ അറിയുക, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒന്നുകൊണ്ട് മാത്രമേ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ.